പ്രഭാത സൂര്യന്റെ സുവർണ കിരണങ്ങൾ നിളാതീരത്തെ മണൽത്തരികളെ തഴുകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. വെള്ളിക്കിണ്ണം പോലെ തിളങ്ങും നിള. വേനലിൽ അല്പം മെലിഞ്ഞാലും ഭംഗിക്കൊട്ടും കുറവില്ല. ഇളം കാറ്റേറ്റ് ഈ മണൽപ്പരപ്പിൽ എത്ര നേരം ഇരുന്നാലും മതിവരില്ല. അതിലേക്കാണ് കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കരിവീരന്മാർ നടന്നു നീങ്ങുന്നത്. നേരിയ ഒഴുക്കുള്ള പുഴയിൽ വിസ്തരിച്ചുള്ള നീരാട്ട്. ചെറുതുരുത്തി കോഴുമാൻപറമ്പ് പൂരത്തിനെത്തിയതാണ് കൊമ്പന്മാരായ പാലാട്ട് ബ്രഹ്മദത്തനും തിരുവമ്പാടി കണ്ണനും മനു നാരായണനും ചൈത്രം അച്ചുവുമെല്ലാം. ഈ ഭാഗത്തെത്തിയാൽ ഭാരതപ്പുഴയിൽ തന്നെയാണ് ആനക്കുളി. നിളാതീരത്ത് കരിവീരന്മാരിങ്ങനെ നീരാടുമ്പോൾ അതിന് പുറകിലൂടെ ട്രെയിനും പോകുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് ഇവിടെ എത്തുന്ന എല്ലാവരും പറയുന്നു. വരുമ്പോൾ ആൾക്കാരുണ്ടാവും, പരിചയമുള്ളവരുണ്ടാവും. പിന്നെ അന്നത്തെ കാലം ഈ ഭാഗത്തുള്ള പൂരങ്ങളിലെ എല്ലാ ആനകളും ഇവിടെ കഴിയിട്ടാ പോകാം. ഇത്തവണ ആനകളുടെ എണ്ണം കുറവാണ്. സാധാരണ 10-12 ആനകൾ വരെ ഒരേ സമയം നീരാടാൻ ഭാരതപ്പുഴയിലെത്തുമായിരുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഷൊർണൂർ ബാലഭദ്രാദേവി പൂരവും സാധാരണ കോഴുമാൻപറമ്പ് പൂരവും ഒന്നിച്ചാണ് വരാറുള്ളത്. അപ്പോൾ ഈ 2 ദിവസത്തെ 2 പൂരത്തിലും വരുന്ന ആനകളൊക്കെ കൂടി ഒറ്റ ദിവസം കാലത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് പുഴയിൽ ഇറങ്ങും. പക്ഷേ ഈ കൊല്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരം അവിടുത്തെ പൂരം നേരത്തെ ആയതുകൊണ്ട് ആണ് ഇത്രയും എണ്ണം കുറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 10 ആനയൊക്കെ മിനിമം കുളിക്കാൻ എല്ലാ ദിവസവും ആ ഒരു പൂരത്തിൻ്റെ ദിവസം കാലത്തൊരു വൈബായിട്ട് ഉണ്ടാവുന്നുണ്ടാവും. ചമയമില്ലാത്ത ആനകളെ കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. ഏകദേശം 3 മണിക്കൂറിലധികം ഉണ്ടാകും ആനക്കുളി. ആനപ്രേമികളും പൂരപ്രേമികളും ആ കാഴ്ച മതിവരുവോളം കാണാൻ തീരത്തെത്തും. ഈ ഒരു കാഴ്ച ഉള്ളിലേക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര മനോഹരിതം കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇന്ന് വന്നത്. ഭയങ്കര രസകരമായ ആനകളെ കുളിപ്പിക്കുന്നതും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഉള്ളിൽ. പൂരപ്പറമ്പിൽ പോകുമ്പോൾ ആനകളെ സമയത്തോടുകൂടിയല്ല കാണാൻ സാധിക്കുക. ഇവിടെ വരുമ്പോൾ നമ്മൾ സമയങ്ങളില്ലാണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ആനപ്പണിക്കാരുടെ കഷ്ടപ്പാട് നമുക്ക് എല്ലാം നേരിട്ട് കാണാൻ പറ്റും. കാരണം ഒരു ആനയെ തന്നെ കുളിപ്പിക്കാനായിട്ട് ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നിളാതീരത്ത്. ഇവിടെ ഇരുന്ന് സമയം ചിലവിടാനെത്തുന്നവരാണ് ഏറെയും. ഒരു വശത്ത് മഹാകലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുത്ത കേരള കലാമണ്ഡലം. മലയാളിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപാട് സിനിമകളുടെ ചിത്രീകരണവും നടന്ന ഇടം കൂടിയാണ് ഈ നിളാതീരം. നിള മലയാളികൾക്ക് വെറും ഒരു നദിയല്ല, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെ നേർ പരിച്ഛേദമാണ് നമുക്കിവിടെ എത്തിയാൽ കാണാൻ സാധിക്കുക. സുജി പട്ടാമിക്കൊപ്പം നിളയിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. ലിഷോയ് ചേരുന്നുണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് ലിഷോയ്. അതിമനോഹരമായൊരു കാഴ്ചയെന്നും അങ്ങനെ വെറുതെ പറഞ്ഞു കളഞ്ഞാൽ പോരാ. ലിഷോയ് കണ്ട കാഴ്ചയുടെ ഭംഗി പറ. അപ്പം ഞാൻ കണ്ട കാഴ്ചയുടെ ഭംഗി ഞാനും പറയാം. അതായത് ആ കണ്ട കാഴ്ചയുടെ ഭംഗി എങ്ങനെയാണ് വാക്കുകളിലൂടെ വിവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം. കാരണം അത് അവർണ്ണനീയമാണ്. അതിനോടൊപ്പം തന്നെ അത് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അതിലേറെ കഷ്ടമാണ്. കാരണം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആനയും പൂരവും പുഴയും അതെല്ലാം നമ്മളോട് ഇഴുകിച്ചേർന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് അവിടെ നിന്നങ്ങ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ആ വന്ന ആളുകളെല്ലാം തന്നെ എന്നോട് പറഞ്ഞത് അത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വെറുതെ ഈ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ തന്നെ ആ ഇളം കാറ്റും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ചെറിയ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദവും അതിനോടൊപ്പം ഈ കരിവീർ
ഞാൻ അവിടെ ആദ്യം എത്തിയത് ഒരു 6:30 കൂടിയാണ്. 6:30 കൂടി എത്തുമ്പോൾ ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് 4 ആനകളായി മാറി. അതായത് 3 ആനകൾ പിന്നെ വീണ്ടും വന്നു. ആദ്യം അവിടെ എത്തുമ്പോൾ തിരുവമ്പാടി കണ്ണൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പാലാട്ട് ബ്രഹ്മദത്തനും ചൈത്രമച്ചുവും അങ്ങനെ 4 ആനകൾ അവിടെ എത്തി. ആ ആനക്കുളി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആന കിടക്കുകയാണെങ്കിൽ ആ ആനപ്പാപ്പാനോട് അനുവാദം ചോദിച്ചിട്ടാണ് തൊട്ടടുത്തുകൂടെ മറ്റൊരു ആനയെയും കൊണ്ട് മറ്റൊരു പാപ്പാൻ അവിടേക്ക് പോകുക. എന്നിട്ട് ഇവിടെ കിടത്തിക്കോട്ടെ എന്ന് തൊട്ടടുത്തുള്ള ആനയുടെ പാപ്പാനിൽ നിന്ന് അനുവാദം പോകും. കാരണം ഇവരൊക്കെ പരസ്പരം ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ തീരെ വെള്ളം കുറവാണ്. അപ്പോൾ ആനയുടെ ഒരു വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇങ്ങനെ ഒഴുക്കിലൂടെ ഇങ്ങനെ പോകുക. മറ്റു ഭാഗങ്ങളിലൊക്കെ ഇവർ വെള്ളം ദേഹത്തേക്ക് കോരി ഒഴിച്ചുകൊണ്ടാണ് ഈ ആനകളെ ഇങ്ങനെ കുളിപ്പിക്കുക. ഈ കുളിക്കാൻ എത്തുന്നതിന് മുൻപ് എത്തുമ്പോൾ ഈ ആനകളുടെ ദേഹത്തെല്ലാം കുറേ പൊടിയും അതുപോലെ തന്നെ അഴുക്കും ഒക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് പോകുമ്പോഴുള്ള ആ ഒരു ചന്തം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്ഥലത്തിരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉണ്ടാകുന്നുള്ളൂ. വെയിൽ കിരണങ്ങൾക്ക് ചൂട് അപ്പോൾ ആയി തുടങ്ങുന്നുണ്ടാകില്ല. ആ ഒരു സമയത്ത് അവിടെ ഇരിക്കുന്നു. അതിന് പുറകിലൂടെ നമുക്ക് വലത്തെ സൈഡിൽ കാണാൻ സാധിക്കുന്നത് പഴയ കലാമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനോടൊപ്പം തന്നെയാണ് കിഴക്കേ സൈഡിൽ ട്രെയിൻ പാളമുണ്ട്. അതിലൂടെ തൃശ്ശൂർ ഭാഗത്തുനിന്നും ഷൊർണൂർ ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും തിരിച്ചും ട്രെയിനുകൾ ഇങ്ങനെ ഉദയസൂര്യൻ്റെ ഒരു കിരണങ്ങൾ വരുന്നതിൻ്റെ ആ ഇടയിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അങ്ങനെ എങ്ങനെയാത് പറയാന്ന് അതെനിക്ക് മനസ്സിലായി. ലിഷോയ്ക്ക് ഉള്ളിലുള്ളതൊന്നും വാക്കുകളായി പോലും വരുന്നില്ല. അത്രയധികം ആസ്വദിച്ചു ആ ആനക്കുളി എന്ന് മനസ്സിലായി. ശരി ലിഷോയ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.